ഹായ് ഹലോ. അലോവേര നമുക്കെല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അലോവേരയുടെ എണ്ണയും അതുപോലെ അലോവേരയുടെ ജെല്ലായാലും അലോവേരയുടെ ഇനി ക്രീമായാലും എല്ലാത്തിനും അലോവേര നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അധികമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അലോവേരയിൽ ഉണ്ടാക്കുന്ന പലതരം ക്രീമുകളും പിന്നെ മുടിക്ക്, അതായത് മുടി അറ്റം പിളർന്നു പോകുന്നതിനും പൊഴിഞ്ഞു പോകുന്നതിനും ഒക്കെ അലോവേര എണ്ണയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അലോവേര ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പറ്റുവാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാൻ പറ്റിയാൽ എണ്ണയായിട്ട് ഷാമ്പു ഇട്ട്, ഇതിപ്പോൾ അലോവേരയുടെ ഒരു ഷാമ്പു ആണ്, അതും ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു ഷാമ്പു ആണ് കേട്ടോ. ഞാൻ ഈ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ തലയോട്ടിയിൽ ഒരുപാട് ഡാൻഡ്രഫൊക്കെ ഉണ്ടാവില്ലേ, ആ ഡാൻഡ്രഫ് ഉണ്ടാവുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വയറ് ഒന്ന് ക്ലീൻ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. വയറ് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഉള്ള മുടി ഏകദേശം നമ്മൾ വാഷ് ചെയ്തിട്ട് അതൊന്ന് ആദ്യം ഡ്രൈ ചെയ്യുക. എന്നിട്ട് താരനുണ്ടെങ്കിൽ അത് നന്നായി എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മളത് നന്നായി, ഇപ്പം നമ്മൾ ഇത് ചെയ്യല്ലേ, എന്താ പറയുക, ഈ ഡാൻഡ്രഫുള്ള ഇടത്തെല്ലാം നമുക്ക് വല്ലാണ്ട് ചൊറിയും. ആ സ്ഥലത്തെല്ലാം ഡ്രൈനെസ് ആയതിന് ശേഷം നന്നായി അത് ഡാൻഡ്രഫ് ഇളക്കി കളയുക. എന്നിട്ട് നല്ലോണം അത് സ്ക്രബ് ചെയ്യുക, എന്താ കൈ കൊണ്ട് തന്നെ നല്ലോണം മസാജ് ചെയ്ത് അതങ്ങ് കളഞ്ഞ് കഴിഞ്ഞ ശേഷം ഓയിൽ മസാജ് ചെയ്യുക. അതായത് വെളിച്ചെണ്ണ, വേറൊന്നും ഓയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വെളിച്ചെണ്ണ, നല്ല സാധാ വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയിട്ട് അത് ഇച്ചിരി ഒന്ന് ആറണം. അതായത് കൈ നമുക്ക് എണ്ണയിൽ തൊടുമ്പം ഇളം ചൂട് മാത്രമേ വരാവൂ, പൊള്ളാൻ പാടില്ല. ഇളം ചൂട് വന്നിട്ട് അത് നന്നായി നമ്മുടെ തലയോട്ടിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല മസാജ് കൊടുക്കുക. ഹെയറിന്, തലയ്ക്ക് നല്ല മസാജ് കൊടുത്ത ശേഷം ഈ ഷാമ്പു, അതായത് അലോവേരയുടെ ഡ്രൈ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാം. ഒരുപാട് മാറ്റം ഡാൻഡ്രഫിനായാലും ഹെയറിനായാലും വന്നു ചേരും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു ആണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ ഹെയറിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡാൻഡ്രഫും പോവും, അതുപോലെ മുടി പൊട്ടലുണ്ടെങ്കിൽ അതും പോവും. ഇത് കുറച്ച് സോഫ്റ്റായി നിൽക്കുന്നതുകൊണ്ട് ഒരു എണ്ണമയം മുടിക്ക് ഉണ്ടാവത്തില്ല. ഡ്രൈ ആയി, ഇച്ചിരി അങ്ങനെ വലിയ ഡ്രൈ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ഡ്രൈ ആയി കിടക്കും. ഇതുപോലെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഡാൻഡ്രഫിനായാലും ഹെയറിനായാലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, ഹെയർ ഇപ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഹെയറിന് മൊത്തമായിട്ട് എണ്ണയിട്ട് നന്നായി മസാജ് കൊടുക്കണം. നല്ലോണം എണ്ണ ഹെയറിനിടണം. അതിനുശേഷം ഈ ഷാമ്പു കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ വരില്ലേ ഹെയർ, അതങ്ങ് ഇല്ലാതാവും. വളരെ ഒരു ഉപകാരപ്രദമാണ് നമുക്ക് ഈ ഒരു ഷാമ്പു. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യാറ്. അതതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം പിന്നെ അറ്റം പൊട്ടിപ്പോകുന്നതിന് നമുക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും അറ്റം ലേശം അങ്ങ് മുടിയുടെ അറ്റം ലേശം അങ്ങ് കഷ്ണിച്ച് കളഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുടി നല്ല ആരോഗ്യത്തോടു കൂടി വരും നമുക്ക്. അപ്പം മാസത്തിൽ ഒരു തവണയെങ്കിലും കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്